മഞ്ഞണിയും മാമരങ്ങൾ കുളിരുകോരി ചന്ദ്രികയാൽ പൊന്നൊളി ചാർത്തിയ നീലരാവിൽ ദൈവ തിരുനാമത്തിന് ബോധമുണ്ടാകട്ടെ. ലോകം ഒരിക്കൽ കൂടി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രത്തിൽ അരങ്ങേറിയ അവന്റെ ആഗമനത്തിന്റെ ഓർമ്മയെ പുതുക്കുവാൻ പോവുകയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ലോകം ഒരു ക്രിസ്മസും കൂടെ ലോകവ്യാപകമായി ഓർക്കുവാൻ തുടങ്ങുകയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി, മനുഷ്യവർഗത്തെ അവരുടെ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് രക്ഷിപ്പാനായി, യഹൂദന്മാരുടെ ചിരകാല പ്രതീക്ഷിതയായി, ലോകത്തിന്റെ ഉദ്ധാരകനായി കർത്താവായ യേശു ഈ ഭൂമിയെ സന്ദർശിച്ചു. ദൈവം മനുഷ്യരൂപത്തിൽ മനുഷ്യനായി, അതായിരുന്നു കർത്താവായ യേശു. യേശു ക്രിസ്തുവിന്റെ മാനുഷിക അവതാരം ചരിത്രത്തിന്റെ നാഴികക്കല്ലായി തീർന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വിഷയം അത് തന്നെയാണ്. 1969 അമേരിക്കയുടെ അപ്പോളോ 11 ബഹിരാകാശ പേടകത്തിൽ ചന്ദ്രനിലേക്ക് പറന്നുയർന്ന, ചന്ദ്രോപരിതലത്തിൽ വാഹനമോടിച്ച അമേരിക്കയുടെ ഗഗനസഞ്ചാരിയായിരുന്ന ശാസ്ത്രജ്ഞൻ ഇപ്രകാരം പറഞ്ഞു: മനുഷ്യൻ ചന്ദ്രനിൽ പോയി എന്നുള്ളത് ശാസ്ത്രത്തിന്റെ മുമ്പാകെ ഒരു വലിയ സത്യമാണ്, ഒരു വലിയ അതിശയ വിഷയമാണ്. അല്ല, അതിനേക്കാൾ ശ്രേഷ്ഠമായ വിഷയം ഈ കാണപ്പെടുന്ന സകല ചരാചരങ്ങളെയും, ദൃശ്യവും അദൃശ്യവുമായിരുന്ന പ്രപഞ്ചസീമയെയും ഉണ്ടാകട്ടെ എന്ന വാക്കാൽ ഉളവാക്കിയ സർവശക്തനായ സൃഷ്ടിതാവായ ദൈവം ചെറുതായി ഒരു ഏകകോശമായി ഒരു സ്ത്രീയുടെ ഗർഭത്തിലൂടെ ഒരു മനുഷ്യനായി ഈ ഭൂമിയെ സന്ദർശിച്ചു. അതാണ് ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായ വിഷയം എന്ന് അദ്ദേഹം പറയുണ്ടായി. കേണൽ ജെയിംസ് ഇർവിൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം യാദൃച്ഛികമായി സംഭവിച്ച ഒരു വിഷയമല്ല. ക്രിസ്മസ് ഓരോ ആണ്ടിലും ലോകവ്യാപകമായി ആഘോഷിക്കുകയും ഓർക്കപ്പെടുകയും ചെയ്യുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സത്യം കൂടെ അത് നമ്മെ ഓർപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു തിരുവെഴുത്തിൻ പ്രകാരം ജനിച്ചു. ലോക ചരിത്രത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം ഇത്രമാത്രം പ്രസിദ്ധമായി തീരുവാനും കഴിഞ്ഞ 2000 വർഷങ്ങൾ കാലത്തിലൂടെ ഉരുണ്ടുമാറിയിട്ടും ഓരോ സംവത്സരവും മനുഷ്യന്റെ മനസ്സിൽ പുതുമയുടെ ഓർമ്മയെ സമ്മാനിച്ചുകൊണ്ട് ഈ മഹത്തായ സംഭവം ഓർമ്മിക്കപ്പെടുകയും ചെയ്യുന്നതിന്റെ പിറകിൽ ഒരുപാട് ബൈബിൾ യാഥാർത്ഥ്യങ്ങളുണ്ട്. വിശുദ്ധ ബൈബിൾ കർത്താവായ യേശു എന്ന ദൈവപുത്രന്റെ മനുഷ്യാവതാരത്തെ സംബന്ധിച്ച് പ്രവചനാത്മാവിൽ പ്രവചനങ്ങൾ കൂടി മുൻപ് കൂട്ടി ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള 7 കാര്യങ്ങൾ ഈ ക്രിസ്മസിന്റെ സന്ദേശം നമ്മെ ഓർപ്പിക്കുകയാണ്. വാസ്തവത്തിൽ പ്രശാന്ത സുന്ദരമായ ഒരു അന്തരീക്ഷത്തിൽ, മഞ്ഞു പൊഴിയുന്ന രാവുകളിൽ, ലോകത്തിലെ എല്ലാ കെട്ടിടങ്ങളുടെയും മുകളിൽ താരങ്ങൾ കെട്ടിത്തൂക്കി അതിനെ അലങ്കരിച്ച് ഇടുമ്പോൾ വാസ്തവത്തിലെ ആ വലിയ ആഘോഷം ചരിത്രത്തിലെ വലിയ ഒരു സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. കർത്താവായ യേശു മനുഷ്യനായി ഈ ഭൂമിയെ സന്ദർശിച്ചു എന്നുള്ള ദിവ്യമായ സന്ദേശം. യേശു ക്രിസ്തുവിന്റെ ജനനത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കുന്നതിനെ സംബന്ധിച്ച് വിശുദ്ധ ബൈബിൾ പ്രവചനങ്ങളായി പല പ്രവചനങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ അതിപ്രധാനമായ 7 കാര്യങ്ങളാണ് ഈ ക്രിസ്മസിന്റെ സന്ദേശം എന്ന നിലയിൽ ഞാനിവിടെ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്പർ 1, യേശു ക്രിസ്തു ഇസ്രായേൽ ജനതയിൽ കൂടി ഈ ഭൂമിയിൽ ആഗതനാകും. ലോകത്തിൽ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത എന്നറിയപ്പെടുന്ന
ഇസ്രായേൽ ജാതിയിലൂടെ ആയിരിക്കും കർത്താവായ യേശു ഈ ഭൂമിയെ സന്ദർശിക്കുന്നത്. സംഖ്യാപുസ്തകം 24 അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളിൽ ദൈവത്തിന്റെ ദാസനായ മോശെ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. ക്രിസ്തു അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദാവീദിന്റെയും വംശാവലിയിൽ ഒരു യഹൂദനായി ജനിച്ചു എന്ന് വിശുദ്ധ വേദം പറയുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ മത്തായി ഈ യഹൂദന്മാർക്ക് വേണ്ടി എഴുതുന്ന സുവിശേഷത്തിന്റെ ആരംഭത്തിൽ ഇങ്ങനെ പറയുകയാണ്: അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. വിശുദ്ധ തിരുവെഴുത്തില് മുൻപ് കൂട്ടി ക്രിസ്തു ജനിക്കാൻ പോകുന്നത് ഇസ്രായേൽ ജാതിയിലൂടെയാണെന്ന് പ്രഖ്യാപിച്ചു. 2, ക്രിസ്തു ജനിക്കേണ്ടത് ഇസ്രായേലിന്റെ 12 മക്കളിൽ ഒരുവനായിരുന്ന യഹൂദയുടെ ഗോത്രത്തിൽ, യഹൂദ ഗോത്രത്തിന്റെ സിംഹമായിട്ടായിരുന്നു. എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിന്റെ 10 വാക്യം. അവിടെ യാക്കോബ് തന്റെ മക്കളെ അനുഗ്രഹിച്ചു പറയുന്ന അനുഗ്രഹ വാക്യങ്ങൾ ഇപ്രകാരം പറഞ്ഞു: അവകാശമുള്ളവൻ വരുവോളം രാജജങ്കോൽ യഹൂദയിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല. അവകാശമുള്ളവൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. ദാവീദിന്റെ സിംഹാസനത്തിന്റെ അവകാശിയായവനെ കുറിച്ചാണ്. അവൻ വരുവോളം രാജദണ്ഡ് ഈ യഹൂദയുടെ കാലുകൾക്കിടയിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല എന്ന് വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ BC 740 യെരുശലേമിലൂടെ നടന്ന് കർത്താവിന്റെ വചനങ്ങളെ പ്രഘോഷിച്ച ഇസ്രായേലിലെ ഏറ്റവും പ്രശസ്തനായ പ്രവാചകൻ യെശയ്യാ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. ഈ പ്രവചനങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിൽ നിവർത്തിക്കപ്പെട്ടതായി ലൂക്കോസ് 1:31 മുതൽ 33 വരെയുള്ള വാക്കുകൾ വായിക്കുന്നു. 3 പറയുന്നത് കർത്താവായ യേശു എവിടെ ജനിക്കും എന്നുള്ളതാണ്. യേശു ജനിക്കുന്നതിന് മുമ്പ് യേശു ജനിക്കുന്ന സ്ഥലം മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ വായിക്കും മീഖാ പ്രവാചകന്റെ പുസ്തകം 5 അധ്യായം അതിന്റെ 2 വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് ഏതാണ്ട് 480 വർഷങ്ങൾക്കപ്പുറത്ത് പ്രവാചകനായി മീഖാ വിളിച്ചു പറയുകയാണ്: നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതാണെങ്കിലും ഇസ്രായേലിന് അധിപതിയായിരിക്കുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായ തന്നെ. ക്രിസ്തു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിക്കും എന്ന് പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞു. ലൂക്കോസ് 2:4 മുതൽ 7 വാക്കിൽ വായിക്കുമ്പോൾ യേശുവിന്റെ ജനനത്തെ അന്വേഷിച്ച് ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ വന്ന ഈ വിദ്വാൻമാരായ ആളുകൾ ഹെരോദാവിനോട് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ചു എന്ന് അറിഞ്ഞിട്ട് നാം വായിക്കുന്ന ഹെരോദാവ് ശാസ്ത്രിമാരെ കൊട്ടാരത്തിൽ വരുത്തി ക്രിസ്തു ജനിക്കുന്നത് എവിടെ എന്ന് ചോദിച്ചു എന്ന് വായിക്കുന്നു. 4, ക്രിസ്തു എങ്ങനെ ജനിക്കും? കന്യകയുടെ സുതനായി ജനിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7 അധ്യായത്തിന്റെ 14 വാക്യം. അവിടെ നാം വായിക്കുന്നു: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. യെശയ്യാവ് 7:4. മത്തായി 1:18, 22, 23 വാക്യങ്ങളിൽ ഗബ്രിയേൽ ദൂതൻ ഈ വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് യേശുവിന്റെ അമ്മയായ മറിയെ ഗ്രീറ്റ് ചെയ്യുന്നതായി നമ്മൾ വായിക്കുന്നു. അടുത്തതായി അവന്റെ ആഗമനത്തിന്റെ സമയം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9 അധ്യായത്തിന്റെ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ബാബേൽ പ്രവാസത്തിലേക്ക് പോയ ഇസ്രായേലിന്റെ നടുവിൽ ബാബേൽ സംസ്ഥാനത്ത് ദൈവത്തിന്റെ പ്രവാചകനായിരുന്ന് വരുംകാല സംഭവങ്ങളെ കുറിച്ച് പ്രവചനാത്മാവിൽ വിളിച്ചു പറഞ്ഞ ദാനിയേൽ പ്രവാചകൻ അദ്ദേഹം പറഞ്ഞു: അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ, അതായത് മെസ്സിയ അല്ലെങ്കിൽ ക്രിസ്തു ഛേദിക്കപ്പെടും എന്ന് നിശ്ചയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു ക്രൂശിതനായി എന്ന് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നു. അടുത്തതായി വായിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആഗമനത്തിന്റെ വിളംബരം സംബന്ധിച്ചാണ്. കർത്താവായ യേശു ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് അവൻ ഭൂമിയിലേക്ക് വരുന്നു, അവനെ എതിരേൽക്കാൻ ഒരുങ്ങിക്കൊള്ളുക എന്നുള്ള വിളംബരം, ഒരു രാജ വിളംബരം ദൈവം ഭൂമിയിൽ നൽകി. അത് യെശയ്യാ 40:3 വായിക്കുന്നത്: മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവീൻ, നിർജ്ജന പ്രദേശത്ത് ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവീൻ. ഈ പ്രവചനം യോഹന്നാൻ സ്റ്റാമുകളിൽ കൂടെ
നിവർത്തിക്കപ്പെട്ടതായി മത്തായി 3:3 നാം വായിക്കുന്നു. ആ കാലത്ത് യോഹന്നാൻ യഹൂദ്യ മരുഭൂമിയിൽ വന്നിട്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെടുവീൻ. ഏഴാമതായി ഈ മെസ്സിയായെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചനം ഇങ്ങനെയാണ്. അവൻ ആരാണ്? മശിഹ ദൈവമായിരിക്കും. യെശയ്യാവിന്റെ പ്രവാചക പുസ്തകം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലേക്കും, അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. എന്താണ് ക്രിസ്തുമസിന്റെ സന്ദേശം? ക്രിസ്തുമസിന്റെ സന്ദേശം പറയുന്നു, 2000 വർഷങ്ങൾക്ക് മുമ്പ് പാപികളായ മനുഷ്യവർഗത്തിന്റെ അനന്തകാലമായി ഉണ്ടായിരുന്ന നിലവിളിയുടെയും നെടുവീർപ്പിന്റെയും മറുപടിയായി സ്വർഗത്തിൽ നിന്ന് വലിയവനായ ദൈവം മനുഷ്യന്റെ പാപപരിഹാരത്തിന് ഉത്തരമരുളി. സ്വർഗം ഭൂമിയെ സന്ദർശിച്ചു. മാലാകമാർ ആകാശത്തിൽ ഇപ്രകാരം പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് പ്രവചന പ്രകാരം അല്ലെങ്കിൽ മുന്നെഴുതപ്പെട്ടിരുന്ന തിരുവെഴുത്തിൻ പ്രകാരം ഈ ഭൂമിയെ സന്ദർശിച്ച ഒരേ ഒരു വ്യക്തി. കാലാകാലങ്ങളിലായി മാനവ സൃഷ്ടിയുടെ സമാരംഭം മുതൽ ഇതപര്യന്തം എത്രയോ കോടിക്കണക്കിന് ആളുകൾ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് മൺമറഞ്ഞിട്ടുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിനെ പോലെ മുന്നെഴുതപ്പെട്ടിരിക്കുന്ന തിരുവെഴുത്തിന്റെ നിവൃത്തി എന്ന നിലയിൽ ഭൂമിയെ സന്ദർശിച്ച് തിരെഴുതപ്പെട്ട തിരുവെഴുത്തിന്റെ നിവൃത്തിയായി ഭൂമിയിൽ ജീവിച്ച്, എഴുതപ്പെട്ട തിരുവെഴുത്തിന്റെ നിവൃത്തിയായി ഭൂമിയിൽ ശുശ്രൂഷ ചെയ്ത്, എഴുതപ്പെട്ട തിരുവെഴുത്തിന്റെ നിവൃത്തിയായി പാപികളുടെ പ്രശ്നത്തിന് പരിഹാരം വരുത്തിയ ഒരേ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അവൻ എവിടെ നിന്ന് വരും? ഇസ്രായേൽ ജാതിയിൽ നിന്ന് വരും. ക്രിസ്തു ഏത് ഗോത്രത്തിൽ ജനിക്കും? യഹൂദാ ഗോത്രത്തിൽ ജനിക്കും. ക്രിസ്തു ഏത് സ്ഥലത്ത് ജനിക്കും? യഹൂദിയിലെ ബേത്ലഹേമിൽ ജനിക്കും. ക്രിസ്തു എങ്ങനെ ജനിക്കും? പുരുഷ ബീജം കൂടാതെ, പുരുഷ ബന്ധം കൂടാതെ കന്യകാസുതനായി ജനിക്കും. ക്രിസ്തുവിന്റെ ആഗമന സമയം എപ്പോഴാണ്? അത് ദാനിയേൽ 9 കൃത്യമായി പറഞ്ഞു. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപത്തിന് മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും 70 ആഴ്ചവട്ടങ്ങളെ നിയമിച്ചിരിക്കുന്നു. 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അടുത്ത് പറയുന്നത് ക്രിസ്തുവിന്റെ ആഗമനത്തിന്റെ വിളംബരം ആര് ചെയ്യും? അത് യോഹന്നാൻ സ്നാപകനെ ദൈവം മുന്നോടിയായിട്ട് അയച്ചു. ഇനിയും ലോകത്തിൽ അവതരിക്കാൻ പോകുന്ന ക്രിസ്തു ആരായിരിക്കും? അവൻ മഹാദൈവമാണെന്നാണ് യെശയ്യാ 9:6 പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കും മുമ്പ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലേക്കുള്ള ആഗമനത്തെ സൂചിപ്പിക്കുന്നതാണല്ലോ വാസ്തവത്തില് ഈ ക്രിസ്മസിന്റെ സന്ദേശം എന്ന് പറയുന്നു. വാസ്തവത്തിലെ കുറെ നക്ഷത്രങ്ങൾ കെട്ടിത്തൂക്കിയിടുന്നതോ ക്രിസ്മസിന്റെ നൂതനമായ കേരൾ ഗാനങ്ങൾ പാടുന്നതോ സിനിമാറ്റിക്കിനുള്ള ഡാൻസുകൾ ചെയ്യുന്നതോ ഒന്നുമല്ല ക്രിസ്മസ്. എന്താണ് ക്രിസ്മസിന്റെ സന്ദേശം? ക്രിസ്മസിന്റെ സന്ദേശം ഞാൻ വളരെ വ്യക്തമായി ഇവിടെ പറയാം. ക്രിസ്മസ് 4 അതിപ്രധാനമായിരിക്കുന്ന കാര്യങ്ങളെ സാധിപ്പിക്കാൻ വേണ്ടി ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചതിന്റെ ചരിത്ര സ്മരണയാണ്. നമ്പർ 1, ലോകത്തിന് ദൈവത്തെ വെളിപ്പെടുത്തുക. ഭൂമിയിൽ ആരും സർവശക്തനായ ദൈവത്തെ കണ്ടില്ല. മോശെ ഒരിക്കൽ ദൈവത്തെ കാണാനുള്ള ആഗ്രഹം ദൈവത്തോട് പറഞ്ഞു. എന്നാൽ ദൈവം പറഞ്ഞത്, എന്നെ കണ്ടിട്ട് ആരും ഒരു നാളും ജീവിച്ചിരിക്കുന്നില്ല, എന്നെ കാണുവാൻ ആർക്കും കഴിയില്ല എന്നാണ്. മോശ ജീവിച്ചിരുന്ന ഏതാണ്ട് 1000 വർഷങ്ങൾക്ക് ശേഷം കർത്താവായ യേശു കന്യകാസുതനായി കാലിത്തൊഴുത്തിൽ ഭൂമിയെ സന്ദർശിച്ചപ്പോൾ അവന്റെ പരസ്യ ശുശ്രൂഷ നാളുകളിൽ യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന ഫിലിപ്പോസ് യേശുവിനോട് ചോദിച്ചു, ഗുരു, പിതാവായ ദൈവത്തെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, അത് മതി. കർത്താവ് അവനോട് പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, ഞങ്ങൾ അവന്റെ ദേശത്ത് പിതാവിൽ നിന്നുള്ള ഏകജാതനായവരുടെ ദേശമായി കണ്ടു. അതിനു മുമ്പ് യോഹന്നാൻ പറയുകയാണ്, വചനം ജഡം ധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വാസ്തവത്തില് ദൈവത്തെ കാണാൻ കഴിയാത്ത മനുഷ്യന് ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ, ദൈവം ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന്റെ പുത്രനാണ് കർത്താവായ യേശു. 2, മനുഷ്യനും ദൈവവും തമ്മിൽ പാപം സംബന്ധിച്ച് വലിയൊരു വിടവുണ്ടായി. ദൈവം മനുഷ്യനെ തോട്ടത്തിന് പുറത്താക്കി. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ദൂരവേ അകന്നുപോയി. നിത്യതയോളം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നവനായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള മനുഷ്യന് വാസ്തവത്തിൽ ദൈവത്തിനും മനുഷ്യനും മധ്യയുള്ള ശാശ്വതമായ വിടവ് നികത്തുവാൻ നമുക്കായി ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥനായി
തീർന്നവനാണ് കർത്താവായ യേശു. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായവനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുബലിയായി തീർന്ന മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആഗമനത്തിന്റെ 2ാമത്തെ ലക്ഷ്യം ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകൽച്ച നികത്തുക എന്നുള്ളതായിരുന്നു. 3ാമത്തെ ലക്ഷ്യം എബ്രായർ 2:14-16 വാക്യങ്ങൾ അവിടെ വായിക്കുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധിപതിയായ പിശാചിനെ ക്രൂശിൽ തറച്ച് ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു. മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതായിരുന്നു കർത്താവായ യേശുവിന്റെ ആഗമനത്തിന്റെ 3ാമത്തെ ലക്ഷ്യം. 4ാമത്തെ ലക്ഷ്യം റോമാലേഖനം 8:19-23 വാക്കിൽ വായിക്കുന്നു, സർവ്വ സൃഷ്ടികളെയും വീണ്ടെടുക്കുക. സർവ്വസൃഷ്ടി ഇന്ന് വരെ ഈറ്റുനോവോട് ഞരങ്ങിക്കൊണ്ട് പുത്രത്തിന്റെ വെളിപ്പാടായ തേജസ്കരണത്തിനായി കാത്തിരിക്കുന്നു എന്ന് പറയുന്നു. ഇപ്പൊ ദൈവത്തെ മനുഷ്യ വെളിപ്പെടുത്തുക, ദൈവവും മനുഷ്യന്റെ വിടവ് നികത്തുക, മനുഷ്യന്റെ പാപപരിഹാരം വരുത്തി അവനെ രക്ഷിക്കുക. 4, സർവ്വ സൃഷ്ടിയുടെയും വീണ്ടെടുപ്പ് സാധിപ്പിക്കുക. ഈ 4 സതുദ്ദേശങ്ങളാണ് ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിൽ ദൈവം ഉദ്ദേശിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ മനുഷ്യവേഷം കൊണ്ട് മനുഷ്യനായി സ്വർഗത്തിൽ പിതാവിനോട് തനിക്ക് തുല്യമായി ഉണ്ടായിരുന്ന മഹത്വം ഉരിഞ്ഞു വെച്ച് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. 33 തിരുവയസ് വരെ അവിടുന്ന് ഈ ഭൂമിയിൽ ജീവിച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ അവതരിക്കുന്നതിനെ സംബന്ധിച്ച് 85-ാം സംഖ്യയിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ദയയും വിശ്വസ്തയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും പരസ്പരം ചുംബിച്ചിരിക്കുന്നു, വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു. സ്വർഗത്തിലെ ദൈവം മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിന് ഒരുക്കിയ ഏറ്റവും വലിയ നന്മയാണ്, ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം. കർത്താവായ യേശു ഭൂമിയിൽ ജനിച്ചില്ലായിരുന്നെങ്കിൽ മനുഷ്യൻ ഇന്നും അവന്റെ പാപത്തിൽ ജീവിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, ഓരോ ആണ്ടും ക്രിസ്മസിന്റെ സീസൺ ലോകവ്യാപകമായി പ്രശാന്ത സുന്ദരമായിരിക്കുന്ന നിശയുടെ നിശബ്ദതയിൽ ലോകത്തിലെവിടെയും കരൽ ഗാനങ്ങളാലും വർണ്ണശബളമാകുന്ന അലങ്കാരങ്ങളാലും സന്തോഷത്താലും മനുഷ്യൻ ആഹ്ലാദ തിമിർപ്പിൽ ആയിത്തീരുമ്പോൾ ആ ചരിത്ര സംഭവം ഒരു വലിയ സത്യത്തെ നമ്മെ ഓർപ്പിക്കുകയാണ്. സ്വർഗം ഭൂമിയെ സന്ദർശിച്ചു, ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു, കർത്താവായ യേശു. പ്രിയമുള്ളവരെ, എന്താണ് ഈ ക്രിസ്മസിന്റെ ഈ മറ്റൊരു ദിനത്തിൽ, അതായത് 2025 ക്രിസ്മസിന്റെ ദിനത്തിൽ നിങ്ങളെ എനിക്ക് വീണ്ടും ഓർപ്പിക്കാനുള്ളത്? കുറെ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ ഐക്യനാടുകളിലെ ഒരു പ്രസ്ബിറ്റേറിയൻ ചർച്ചിൽ വെച്ച് ഒരു ക്രിസ്മസ് കരോളിൽ ഒരു പുരോഹിതൻ പറഞ്ഞ ചില വാക്കുകൾ അതേ ഇപ്രകാരം പറഞ്ഞു. മനോഹരമായ ആ ക്രിസ്മസ് കരോളിന്റെ രാത്രിയിൽ തടിച്ചുകൂടിയ എല്ലാ ശുശ്രൂഷകന്മാരുടെയും മുമ്പാകെ, എല്ലാ വിശ്വാസികളുടെയും മുമ്പാകെ ആ പുരോഹിതൻ ഇപ്രകാരം പറഞ്ഞു, 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് ക്രിസ്മസിന്റെ സന്ദേശം? അദ്ദേഹം സമഗ്രമായി പറഞ്ഞു. 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദൈവകൃപയുടെ പ്രദർശനമായി ഇവിടെ യഹൂദിലെ ബേത്ലഹേമിൽ പുൽത്തൊഴുത്തിൽ കിടക്കപ്പെട്ട ഈ നസ്രായനായ യേശു, ആ ശിശുവായ യേശു ലോകത്തിന്റെ രക്ഷകനാണ്. അവൻ എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ രക്ഷിതാവും കർത്താവുമായി ജനിക്കണം. അങ്ങനെ ജനിക്കുമ്പോൾ ആ വീണ്ടും ജന്മ അനുഭവം സന്തോഷകരമായ ഒരു ക്രിസ്മസിന്റെ സന്ദേശം ഉൾക്കൊള്ളുവാൻ നമ്മെ പ്രാപ്തിപ്പെടുത്തുകയും ആ അനുഭവത്തിന്റെ നാന്ദിയോടെ പുതുവത്സരത്തെ വരവേൽക്കുവാൻ നമുക്കിടയായി തീരുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ക്രിസ്മസിന്റെ സന്ദേശം ഇതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ രക്ഷകനായി അവതരിച്ച ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ രക്ഷിതാവും കർത്താവുമായി അവതരിക്കണം. നിങ്ങൾ രക്ഷിതാവും കർത്താവുമായി അവൻ ജനിക്കണം. അപ്പോൾ നിങ്ങൾക്കുണ്ടാവും, you will have a merry Christmas and that experience will lead you a happy new year. എല്ലാവർക്കും അനുഗ്രഹീതമായ സന്തോഷകരമായ സമാധാനം നിറഞ്ഞ ഒരു ക്രിസ്മസിന്റെ ഗ്രീറ്റിംഗ്സ് ഈ സമയത്ത് നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ രക്ഷിതാവായി ജനിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. താരകങ്ങൾ കണ്ണു ചിമ്മും ശാന്തമാരാവിൽ വാനദൂതർ ചേർന്നു പാടി ശാന്തിയിൻ ഗീതം. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം.
വിളിച്ചോർക്കു ശാന്തിയും. ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവകൃപ.